ഈ പകൽ ചിന്തയ്ക്കായിട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. 6-ാമത്തെ വാക്യം കൂടെ വായിച്ചോട്ടെ. 6-ാമത്തെ വാക്യം. അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ച് ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയുടെ പാപം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ വെച്ച് പറഞ്ഞു. പിന്നെ ശമൂവേൽ മിസ്പയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. സ്തോത്രം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ രാവിലെ സമയം അവിടുത്തെ മുഖത്തേക്ക് നോക്കാൻ അവസരമൊരുക്കുന്നതിനായി സ്തോത്രം. 18-ാമത്തെ ദിവസം കഴിഞ്ഞ് കർത്താവേ, 19-ാമത്തെ പകലും അവിടുത്തെ പാദപീഠത്തിലെടുത്തു വരാൻ കൃപ നൽകിയതിനായി സ്തോത്രം. ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തേക്ക് ഞങ്ങളുടെ മേൽ പ്രസാദം തോന്നിയതിനായി സ്തോത്രം. അവിടെ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദമുയർത്തി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ. പെറ്റ തള്ളയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന, പെറ്റ തള്ളയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത, വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു ഇന്നും എന്നേക്കും. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കും, ആ ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ് നമ്മുടെ കുറിവാക്യം. അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നുവെന്ന് അവിടെ വെച്ച് പറഞ്ഞു. പിന്നെ ശമൂവേൽ മിസ്പയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. പ്രധാനപ്പെട്ട ചില കഥാപാത്രങ്ങൾ ശമൂവേലിൻ്റെ പുസ്തകത്തിലുണ്ട്. ഒന്ന്, ഇസ്രായേലിൻ്റെ പ്രഥമ രാജാവായ ശൗലിൻ്റെ ചരിത്രം. ഇസ്രായേലിൻ്റെ 2-ാമത്തെ രാജാവായ ദാവീദിൻ്റെ ചരിത്രം. എൽക്കാന എന്ന ഒരു കഥാപാത്രം. 2 സ്ത്രീകൾ, ഒന്ന് പെനീനയും 2 ഹന്നയും. 1-ാം അധ്യായം മുതലുള്ള പഠനം നമ്മൾ ധ്യാനിക്കുമ്പോഴാണ് 7-ാം അധ്യായത്തിൻ്റെ വിഷയം നമുക്ക് മനസ്സിലാകുകയുള്ളൂ.
ഒരു ആലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം. 2 സ്ത്രീകളെ പറ്റി അവിടെ എടുത്തു പറയണം. ഒന്ന് എൽക്കാന എന്ന പേരും 2 ഹന്നയും. എൽക്കാനയ്ക്ക് പെനീന, 1 പെനീന 2 ഹന്ന. എൽക്കാനയ്ക്ക് 2 ഭാര്യമാർ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. വായിക്കാമോ? അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. എൽക്കാനയ്ക്ക് 2 ഭാര്യമാർ, ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനീന എന്നും പേര്. പെനിനയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കളില്ലായിരുന്നു. തലമുറകൾ ഒരാൾക്കുണ്ട്, ഒരാൾക്ക് തലമുറകളില്ല. ശരിക്കും അതിൻ്റെ നൊമ്പരം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. ഹന്നയെ സംബന്ധിച്ച് മക്കളില്ല എന്നുള്ളത് വേദന ഉളവാക്കുന്നതാണ്. ചില വ്യക്തികൾ, തലമുറകളില്ലാത്ത ചിലർ പൊതുസമൂഹം കൂടുന്നിടത്ത് വരാത്തവരുണ്ട്. കാരണം കൂടെ വരുന്നവരോടെല്ലാം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, മക്കൾ എത്ര ഉണ്ട്? അതെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് പേടിച്ച് ചിലർ പൊതുസമൂഹങ്ങളിൽ പോകാത്തവരുണ്ട്. പൊതു ഇടങ്ങളിൽ കടിവെടുത്തോളം ഒതുങ്ങിക്കൂടി ജീവിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. പക്ഷേ ഈ തിരുവെഴുത്ത് നമ്മൾ പരിശോധിച്ച് ചോദിക്കണം. ദൈവം അടച്ച ഗർഭങ്ങളെ ദൈവം തുറന്നിട്ടുണ്ട്. സ്തോത്രം. ഈ പെനീനയ്ക്ക് ധാരാളം മക്കളുള്ളതുകൊണ്ട് ഈ മക്കളില്ലാത്ത സ്ത്രീയെ നിരന്തരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. അവിടെ വാക്യം എഴുതിക്കുന്നുണ്ട്. വായിച്ചോട്ട പദപ്രയോഗം. അതിൻ്റെ 7-ാമത്തെ വാക്യം. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അവൾ വളരെ മുഷിപ്പിച്ചതുകൊണ്ട് അവൾ കരഞ്ഞു പട്ടിണി കിടന്നു. വളരെ വേദനിപ്പിച്ചെന്ന്, മുഷിപ്പിച്ചു, കുത്തുവാക്ക് പറഞ്ഞു, വേദനിപ്പിക്കുന്നത്. സ്തോത്രം. ഒരു വീട്ടിൽ തന്നെ അല്ലേ കഴിഞ്ഞുകൂടുന്നത്. ആ ഒരു വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുമ്പോൾ മക്കളില്ലാത്ത സ്ത്രീയെ മക്കളുള്ള പെനീന കുത്തുവാക്ക് പറയുന്നു. മനുഷ്യനെ ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന വാക്കുകൾ പറയുമ്പോഴാണ് ഏറ്റവും വലിയ നൊമ്പരം ഉണ്ടാകുന്നത്. സ്തോത്രം. അടിക്കുന്നതിനേക്കാൾ പ്രഹരമാണ് ചില വാക്കുകൾ. അടിക്കുന്നതിനേക്കാൾ പ്രഹരം. ചിലരുടെ വാക്ക് ചിലരെ വേദനിപ്പിക്കാറുണ്ട്. ചിലരുടെ വാക്കുകൾ മൂർച്ചയുള്ള വാക്കുകളാണ്. ദൈവമക്കളോട് പറയാം, ഒരു മനുഷ്യനെയും വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കരുത്. സ്തോത്രം. എൻ്റെ മക്കൾ വിദ്യാഭ്യാസമുള്ളവരാണ്, പഠനമുള്ളവരാണ്, ജോലിയുള്ളവരാണ്, സമ്പത്തുള്ളവരാണ്. ഇത് കണ്ടൊന്നും നിഗളിക്കരുത്. ഇല്ലാത്തവരെ നോക്കിക്കൊണ്ട് പരിഹസിക്കുകയും ചെയ്യരുത്. സ്തോത്രം. ഇവിടെ പെനീന മിക്കവാറും ഹന്നയെ വേദനിപ്പിക്കുന്നുണ്ട്. ഹർട്ട് ചെയ്യുന്ന വാക്കുകൾ. സ്തോത്രം. ചിലപ്പോൾ ചിലർ പറഞ്ഞുണ്ട്, ഒരു വാക്കാണ് ചിലരെ വളരെ വേദനിപ്പിച്ചിട്ടുള്ളത്. സ്തോത്രം. ദൈവമക്കളെ സംബന്ധിച്ച് അങ്ങനെയുള്ളവരെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്, ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. ദുഃഖിച്ചിരിക്കുന്നവരെ, വേദനിച്ചിരിക്കുന്നവരെ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ വാക്കുകൊണ്ട് അവർക്കൊരു ആശ്വാസം ഉണ്ടാകണം. സ്തോത്രം. ലോകത്തിലൊരു മനുഷ്യനെ ആശ്വസിപ്പിക്കുന്നില്ല കേട്ടോ. ആശ്വസിപ്പിക്കുന്നൊരു സ്ഥലം ദൈവസന്നിധിയാണ്. അതുകൊണ്ട് അവൾ ആലയത്തിലേക്ക് പോയി. അതുകൂടെ പറഞ്ഞു വരാം. ആലയത്തിലേക്ക് ചെല്ലുക, അവിടെ ഒരു അല്പം ആശ്വാസം. സ്തോത്രം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും വാക്കുകൾ കൊണ്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ, ഭർത്താവിൻ്റെയോ മക്കളുടെയോ സഹോദരങ്ങളുടെയോ ബന്ധുക്കളുടെയോ ചർച്ചക്കാരുടെയോ പാസ്റ്റർമാരുടെയോ
വിശ്വാസികളുടെ സഹപ്രവർത്തകരുടെ വാക്ക് കേട്ട് ക്ഷീണിച്ച് തളർന്നിരിപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ പറയുന്നു, മനുഷ്യൻ നിന്നെ തളർത്തും, സ്വർഗം നിന്നെ വളർത്തും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ വാക്കേട്ട് നീ ക്ഷീണിച്ചു പോകണ്ട. ഇന്ന് പകൽ ആത്മാവിനാൽ നിന്നെ ധൈര്യപ്പെടുത്തുന്ന, നിന്നെ മുൻപോട്ട് നടത്തുന്ന, നിന്നെ താങ്ങി നടത്തുന്ന, നിന്നെ ആശ്വസിപ്പിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന, നിനക്ക് ബലം നൽകുന്ന, അകത്ത് ശക്തി നൽകുന്ന ഒരു ആശ്വാസത്തിന്റെ വാക്ക് ദൈവത്തിന്റെ പക്കൽ ഉണ്ട്. ഈ 19ാമത്തെ പകൽ നിന്നെ തളർത്തിയവരുടെ നടുവിൽ സ്വർഗം നിന്നെ വളർത്താൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആരൊക്കെയോ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, ആരൊക്കെയോ നിന്നെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്, ഇനി ഒരിക്കലും ഉയരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ നടുവിൽ ദൈവം നിന്നെ ഉയർത്തുന്ന ദിവസങ്ങൾ ഇതാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്തിയാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് നിന്റെ ജയത്തിന്റെ, നിന്റെ മുൻപോട്ടുള്ള യാത്രയുടെ അനുഭവങ്ങളായി മാറും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ വീട്ടിലെ വേദനയെല്ലാം കേട്ടാണ് നേരെ ചർച്ചിലോട്ട് ഇന്ന് ശീലോ എന്ന വാക്കിൻ്റെ അർത്ഥം ആശ്വാസമുള്ള സ്ഥലമെന്ന്. അവിടെ അതിനേക്കാൾ വിഷയം വീട്ടിലോ പ്രശ്നം. എന്നാൽ എവിടെ പോയിരിക്കുക? ആലയത്തിൽ. അവിടെ ചെന്നപ്പോഴേ 2 മക്കൾ പുരോഹിതന്മാർ, ഹൊഫ്നിയും ഫിനെഹാസും. ഒരുത്തൻ്റെ പേരിനടുത്ത ഗുസ്തിക്കാരൻ. ഹൊഫ്നി എന്ന വാക്കിൻ്റെ അർത്ഥം ഗുസ്തിക്കാരൻ, ഫിനെഹാസ് എന്ന വാക്കിൻ്റെ അർത്ഥം സർപ്പത്തിൻ്റെ നാവ്. അവിടെ ചെന്നിരുന്നാൽ ആർക്കെങ്കിലും ആശ്വാസം കിട്ടുമോ? സ്തോത്രം. പക്ഷെ ദൈവസന്നിധി വന്ന ആശ്വാസം കിട്ടും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. താങ്ങും കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വതം പാറയേശു ലിജുബാ നീടും ശാശ്വതം പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വതം പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വതം പാറയേശു പുതുജീവൻ പകർന്നിടും. താങ്ങും കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വതം പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വതം പാറയേശു പുതുജീവൻ പകർന്നിടും. അതിൻ്റെ അകത്ത് കുറെ വരികളുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വരികളാണ്. പീട്ടറച്ചാൻ്റെ പാട്ടിൻ്റെ ചിലപ്പോൾ ഒക്കെ നമ്മളെ ധൈര്യപ്പെടുന്ന ചില പാട്ടുകളാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വചനമാണ് നമുക്ക് ഏറ്റവും ധൈര്യം പകരുന്നത്. ചില പാട്ട് അനുഭവത്തിൽ നിന്ന് എഴുതി വെച്ച പാട്ടൂടെ പാടുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ധൈര്യം കിട്ടും. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ, ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ, സ്നേഹിതർ ദൂഷിക്കുന്നു താങ്ങും കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം
യേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ഹല്ലേലൂയ, സ്തോത്രം. നിരന്തരമായ വേദനകൾ അനുഭവിച്ച ഒരു സ്ത്രീയായിരുന്നു ഹന്ന. സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ തല്ലുന്നതിനേക്കാൾ കഠോരമാണ് ചില വാക്കുകൾ. അങ്ങനെ ചിലപ്പോൾ നമ്മുടെ പഴയൊരു പഴഞ്ചൊല്ല് പറയാറില്ലേ, കയ്യിൽ നിന്ന് പോകുന്ന കല്ലും വൈന്ന് പോകുന്ന വാക്കും പിന്നെ തിരിച്ചെടുക്കാൻ. സ്തോത്രം. ആ മുറിവ് ഭയങ്കര മുറിവാണ്. പക്ഷെ ആ മുറിവ് കെട്ടുന്നവനാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം, സ്തോത്രം. ഞാനതിനെ ഉപോത്ബലമായിട്ടൊരു വാക്യം, 1-2 വാക്യങ്ങൾ എടുക്കാം. എല്ലാവരും എടുത്തട്ടെ. യെശയ്യാ പ്രവചനം 50-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 50-ന്റെ 4-ാമത്തെ വാക്യം. സ്തോത്രം. തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. സ്തോത്രം. നമ്മുടെ കർത്താവാണ് യഹോവയുടെ ദാസൻ എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ആ കർത്താവിനെ കുറിച്ചുള്ള പദമാണ് എഴുതിയിരിക്കുന്നത്, തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ. നമ്മുടെ കർത്താവിൻ്റെ മാത്രം ക്വാളിറ്റിയാണ് തളർന്നിരിക്കുന്നവനെ ധൈര്യപ്പെടുത്തുന്ന നാവ്. 19-ാമത്തെ പകൽ നിന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരുവൻ ഇതിന് നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. സൂമിൽ പ്ലാറ്റ്ഫോമിലായിരിക്കുന്നവരോട് പറയട്ടെ, നിങ്ങളുടെ അടുത്ത ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നിങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണോ, തളർന്നിരിക്കുകയാണോ, മനസ്സിൻ്റെ അകത്ത് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണോ, മാനസികമായി തകർന്നിരിക്കുകയാണോ, അങ്ങനെയുള്ളവരെ 19-ാമത്തെ പകൽ ധൈര്യപ്പെടുത്തി മുന്നോട്ട് പൊയ്ക്കൊള്ളുക. യഹോവയുടെ ആത്മാവ് പറയുന്നു, നീ ധൈര്യത്തോടെ പോകുക, യഹോവ നിന്റെ കൂടെ ഉണ്ട്. നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ കേട്ടോ തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുന്നത്. മനുഷ്യൻ താങ്ങുമല്ലോ. മനുഷ്യൻ താങ്ങും. എങ്ങനെ താങ്ങുന്നത്? ഏറ്റ താങ്ങും. ജീവിതത്തിൽ പിന്നെ നമ്മൾ പൊങ്ങത്തില്ല. ചിലർക്ക് അതൊരു വലിയ സ്വഭാവമായി. ഈ വല്ലവനോട്ടിങ്ങനെ താങ്ങി 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 കുറ്റപ്പെടുത്തി ഈ രാവിലെ എഴുന്നേറ്റാലോ ഈ നെഗറ്റീവ് വർത്താനം പറയാതെ പോസിറ്റീവ് എനർജി ഉള്ള വാക്ക് പറയണം. രാവിലെ വൈഫ് ഒരു കാപ്പിയായിട്ട് വരുന്നാൽ ഉടനെ നമ്മൾ എന്ത് പറയണം? തന്നെ കാപ്പിയാ, ഇങ്ങനൊന്നും പറയാതെ കോഫി കൊണ്ടുവരുമ്പോൾ കൊള്ളാം, ഗോഡ് ബ്ലസ് യു, നന്നായിരിക്കണം. ഞാനൊരിക്കലും എൻ്റെ ഭാര്യയെ കാപ്പി കൊണ്ടുവന്നപ്പോൾ ഞാൻ അന്ന് ഇച്ചിരി ഏറെ പറഞ്ഞു ഗോഡ് ബ്ലസ് യു. പുള്ളിക്കാരൻ ചോദിച്ചു, ഇതന്നെ ഇത്രയും നാളും ഇല്ലാത്തത്? പറയാൻ കാരണമുണ്ട്. രാവിലെ മനോരമ വായിച്ചപ്പോൾ വായിച്ചിരിക്കുന്നു, ഭർത്താവിനെ ഒലക്കേക്കടിച്ചു കൊന്നെന്ന്. അപ്പം ഞാൻ അത് പറയാൻ, അപ്പോൾ അവൾ ചോദിച്ചാൽ എന്താ ഇത്രയും പറയാൻ കാണും? ഞാൻ പറഞ്ഞു, പത്രം വായിച്ചിട്ടിരിക്കുകയാണ്, എഴുതിക്കുന്ന ഭാര്യയുടെ മാനസിക നില തെറ്റിയെന്ന്. ഇപ്പം രാത്രി കിടന്നുറങ്ങിയപ്പോൾ മാനസിക നിനക്ക് തെറ്റാതെ എഴുന്നേൽക്കാനും എനിക്കും നിനക്കും ജീവനോടെ എഴുന്നേൽക്കറ്റ് കാപ്പിയും കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ. ഇല്ലെങ്കിലും നമ്മൾ ഈ ഒരാൾ ഒരു നല്ല കാര്യം ചെയ്താലും, ഒരു പേന തന്നാലും, ഒരു കാപ്പി തന്നാലും, എന്ത് തന്നാലും അതിനൊരു താങ്ക്സ് പറയണം. ഇനി അല്ലെങ്കിൽ തന്നെ പരസ്പരം കാണുമ്പോൾ ഈ നെഗറ്റീവ് പറയാതെ പോസിറ്റീവുള്ള കാര്യം പറയണം. അതിനൊരു വാക്കൂടെ പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ വാക്ക് പറയണം. സ്തോത്രം. ധൈര്യത്തിൻ്റെ വാക്ക് പറയണം. ഇത് നാക്കെടുത്താൽ നടക്കത്തില്ലെന്നല്ലാതെ
നമുക്ക് കർത്താവ് ഈ പട്ടണത്തിൽ ചർച്ച് തരും, 2 ഏക്കർ ഭൂമി തരും. ഉടനെ ചുളുങ്ങും. ഇതൊന്നും നടക്കുന്ന കാര്യം അല്ലെന്ന കാര്യം. ദൈവത്തിനൊന്നും അസാധ്യമല്ല. സ്തോത്രം. നെയ്തേലിപ്പടി ചർച്ച് കോഡിൻ്റെ കർത്തൃദാസൻ റെനി എടപ്പറമ്പിൽ നേതൃത്വം കൊടുക്കുന്ന ഈ ചർച്ചിന് ഈ പട്ടണത്തിൽ സ്വന്തമായിട്ട് ബിൽഡിംഗ് തരാൻ, സ്ഥലം തരാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വാസത്തിൻ്റെ വാക്ക് പറയണം. ഇവിടെങ്ങും ആൾ കൂടത്തൊന്നുമില്ല. ചിലരുടെ വർത്താനം ഇവിടെങ്ങും. ദേശത്തെ ഇളക്കാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൻ്റെ വാക്ക് പറയണം. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. വിശ്വാസത്താൽ പറ. ഒരു നന്മ പ്രാപിക്കും. വിശ്വാസത്താൽ പറ. പ്രൈസ് ദി ലോർഡ്. തളർന്നിരിക്കുന്നവരെ വാക്കുകൾ കൊണ്ട് താങ്ങേണ്ടതിന് വീട്ടിലുള്ളവരും മറ്റുള്ളവരെ ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും ഒക്കെ നെഗറ്റീവ് പറയാതെ പോസിറ്റീവ് കാര്യങ്ങൾ പറയണം. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ജോലിക്ക് ദൈവം തരുമെന്ന് പറയണം. സ്തോത്രം. വീട് ദൈവം തരുമെന്ന് പറയണം. ദൈവം നിനക്ക് വീട് തരും. സ്തോത്രം. സ്ഥലമില്ലെങ്കിൽ ദൈവം അതിനുള്ള വഴികൾ തരും. നീ യാത്രയ്ക്കൂടെ ഒരുക്കുന്നെങ്കിൽ ദൈവം നിനക്ക് യാത്ര സഫലമാക്കും. ജോലി നഷ്ടപ്പെട്ടു പോയെങ്കിൽ ദൈവം നിനക്ക് ജോലി മടക്കി തരും. സാമ്പത്തിക ക്രൈസിസ് അനുഭവിക്കുന്നെങ്കിൽ, കടഭാരം അനുഭവിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി ഉറവക തുറക്കും. വിശ്വാസത്തിന്റെ വാക്ക് പറ. 19ാമത്തെ പകൽ നിന്റെ ക്ഷീണങ്ങളെ ദൈവം എടുത്തു മാറ്റി, നിന്റെ വരൾച്ചകൾ എടുത്തു മാറ്റി, നിന്റെ ശൂന്യതകൾ എടുത്തു മാറ്റി പുത്തൻ വഴികൾ ദൈവം തുറക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് ദൈവത്തിൽ നന്ദി പറ. ഈ പകൽ എനിക്ക് വേണ്ടി ദൈവം വഴി തുറക്കാൻ പോകുകയാണ്. വൻ വഴി തുറന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ധൈര്യത്തിൻ്റെ വാക്ക്, വിശ്വാസത്തിൻ്റെ വാക്ക്. അവൻ തളർന്നിരിക്കുന്നവരെ വാക്കുകൾ കൊണ്ട് താങ്ങേണ്ടതിന്. അത് നമ്മുടെ കർത്താവാണ് കേട്ടോ. അതിന് തെളിവിനൊരു വാക്യം കൂടെ വായിച്ചാട്ട്. യെശയ്യാ പ്രവചനം 42 അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. 42 1 മുതൽ 4 വരെ. ഇതാ ഞാൻ താങ്ങുന്നു എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ. ഞാൻ എന്റെ പിതാവായ ദൈവം പുത്രനെ കുറിച്ച് പറയും. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. ഇനി 49 അധ്യായത്തിൽ 49 5 6 7 വാക്യം വായിച്ചാട്ടെ. ഇപ്പോഴോ യാക്കോബിനെ തന്റെ അടുക്കൽ തിരിച്ചു വരുത്തുവാനും ഇസ്രായേലിനെ തനിക്കു വേണ്ടി ശേഖരിപ്പാനും എന്നെ ഗർഭത്തിൽ തന്റെ ദാസനായി നിർമ്മിച്ചിട്ടുള്ള യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ യഹോവയ്ക്ക് മാന്യനും എന്റെ ദൈവം എന്റെ ബലവുമാകുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ ഇസ്രായേലിൽ നിന്നും ഇസ്രായേലിനെ പ്രതിദാനം ചെയ്യുകയാണ്. ഇസ്രായേലിനെ വീണ്ടെടുക്കുന്നവനാണ്. അവൻ താങ്ങി നടത്തുന്നവനാണ്. അവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നവനാണ്. അവൻ ക്ഷീണിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനാണ്, ബലപ്പെടുത്തുന്നവനാണ്. സ്തോത്രം. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവൻ തളർന്നിരിക്കുന്നവരെ താങ്ങുന്നവനാണ്. യെശയ്യാ പ്രവചനം 40 അധ്യായം എടുത്തിട്ട് 40 അധ്യായത്തിൻ്റെ 29 വാക്യം വായിച്ചിട്ട് 40-29 വായിച്ചു. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. സ്തോത്രം. ശാരീരികമാകട്ടെ മാനസികമാകട്ടെ ആത്മീയ വിഷയത്തിലാകട്ടെ നീ ക്ഷീണിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ നിന്നെ ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തി നടത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. അവൻ ക്ഷീണിച്ചിരിക്കുന്നവരെ ശക്തി നൽകുന്നവൻ. സ്തോത്രം. അടുത്ത വാക്യം. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് കരമുയർത്തി ഹല്ലേലൂയ പറയാട്ടെ. ദൈവശക്തി നിന്റെ മേൽ വന്നാൽ, ദൈവാത്മാവ് നമ്മുടെ മേൽ വന്നാൽ, ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മെ പുറപ്പെടുവിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറക്കുമെന്ന്. ഹല്ലേലൂയ. ഉയരങ്ങളിലേക്ക് പറക്കുന്ന അർത്ഥം.
സ്തോത്രം. 2023 വാഗ്ദത്തം ഒരു ദൂത് ചിലരോട് പറയാം: നീ തളരും ക്ഷീണിച്ചും ഇനി നീ പുറപ്പെടത്തില്ല, ഇനി നീ ഉയരത്തില്ല, ഇനി നീ വളരത്തില്ലെന്ന് വിധി പറഞ്ഞ ഇടത്തുനിന്ന് ആത്മാ പറഞ്ഞു, കഴുകന്മാരെ പോലെ പറക്കത്തക്കവണ്ണം, ഉയരങ്ങളിലേക്ക് പറക്കത്തക്കവണ്ണം നിന്റെ മേലുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. നീ തളരുമെന്ന് ചില വിധി പറഞ്ഞു, ഇനി നീ എഴുന്നേൽക്കത്തില്ലെന്ന് വിധി പറഞ്ഞു, ഇനി നീ മുന്നോട്ട് പോകരുത് വിധി പറഞ്ഞു. അവിടെ മുതൽ ദൈവം ആരംഭിക്കാൻ പോകുകയാണ്. വിശ്വാസികൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇത് നിന്നെ ക്ഷീണിപ്പിക്കുന്നതല്ല, ഇത് നിന്നെ ധൈര്യപ്പെടുത്തുന്ന വചനമാണ്. Praise the Lord. Praise the Lord. Praise the Lord. ദൈവശക്തി ഒരുവന്റെ മേൽ വന്നാൽ, ഹല്ലേലൂയ, ലോകം അവനെ പിടിച്ചു കെട്ടാൻ ഒക്കത്തില്ല. ഒരു ശക്തിക്കും അവനെ പിടിച്ചു കെട്ടാൻ കഴിയത്തില്ല. ദൈവശക്തി ഒരുവന്റെ മേൽ വന്നാൽ, ആമേൻ. ഏലിയാവിന്റെ മേലേക്ക് ദൈവശക്തി ഇറങ്ങി വന്നപ്പോൾ ആഗാബിന്റെ രഥത്തിന് മുൻപായി ഓടാൻ ദൈവം അവനെ അഭിഷേകം ചെയ്തതുപോലെ ഇന്ന് പകൽ ആത്മാവിനെ പറഞ്ഞ ലോക രഥങ്ങൾക്ക് മുൻപായി ഓടാൻ ഒരു അഭിഷേകം നമ്മുടെ മേൽ ദൈവം കൈമാറുകയാണ്. നിന്നെ ക്ഷീണിപ്പിക്കും, തകർത്തുകളെയും, കൊല്ലുമെന്ന് വിധി പറഞ്ഞിടത്തുനിന്ന് ലോക രഥങ്ങൾ മുൻപായി ഓടാൻ Praise the Lord. Praise the Lord. ആമേൻ. അതിനോടണമെങ്കിൽ ദൈവശക്തി അകത്ത് വേണം. യൗവനക്കാർ ഇടറും, ബാല്യക്കാർ ക്ഷീണിക്കും, പക്ഷേ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഈ ദിവസങ്ങളുടെ പ്രാർത്ഥന ദൈവശക്തിക്ക് വേണ്ടിയാണ് ഇരിക്കുന്നത്. മാനുഷ്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ കഴിയത്തില്ല. പക്ഷെ ദൈവശക്തി നമ്മുടെ മേൽ വന്നാൽ, പ്രൈസ് ദി ലോർഡ്, ക്ഷീണിച്ചിരിക്കുന്നിടത്തും തളർന്നിരിക്കുന്നിടത്തുനിന്ന് ധൈര്യത്തോടെ പോകാനുള്ള അഭിഷേകം നമ്മുടെ മേൽ ദൈവം പകരുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകലൊരു ദൂതോടെ പറയാം: തളർന്നു നീയിരിക്കുകയാണോ? പേടിക്കരുത്, അധൈര്യപ്പെടേണ്ട. ദൈവം നിന്നെ മുൻപോട്ട് ഓടിക്കാനുള്ള അഭിഷേകം നിന്റെ മേൽ പകരുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. തളർന്നിരിക്കുന്നവരെ അവൻ ധൈര്യപ്പെടുത്തുന്നവനാണ്. അതുകൊണ്ടൊരു ദൂതോടെ പറഞ്ഞ ഭാഗം വിടാം: ആരെയും ദൈവമക്കൾ ഹൃദയത്തിൻ്റെ അകത്ത് വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉരുവിടരുത്. സ്തോത്രം. യാക്കോബിന്റെ ലേഖനം എടുത്താട്ടെ, 4-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ. യാക്കോബ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ. സഹോദരന്മാരെ, അന്യോന്യം ദുഷിക്കരുത്. തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുന്നു എങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവൻ എത്രേ. സഹോദരന്മാരെ, 11 വെച്ചോ. സഹോദരന്മാരെ, അന്യോന്യം ദുഷിക്കരുത്. സഹോദരന്മാരെ, അന്യോന്യം ദുഷിക്കരുത്. സ്തോത്രം. അന്യോന്യം ദുഷിക്കരുത്, അന്യോന്യം പകയ്ക്കരുത്, അന്യോന്യം പരിഹസിക്കരുത്. സ്തോത്രം. ദൈവകൃപയിൽ അഭിഷേകത്താൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് പറയുന്നു: അന്യോന്യം ദുഷിക്കരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിത്യതയിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, എന്നോടും കൂടെ പറയുകയാണ്: സഹോദരന്മാരെ, അന്യോന്യം ദുഷിക്കരുത്. സ്തോത്രം. സ്തോത്രം. 12-ാമത്തെ വാക്യങ്ങൾ വായിച്ചോട്ടെ. എന്താ ദുഷിക്കലെന്ന് പറയാൻ കാരണം? ന്യായപ്രമാണം കർത്താവും ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ. രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവൻ തന്നെ. കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആർ? കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആരേ? സ്തോത്രം. ആരെയും വിധി
വിധിപ്പാൻ ദൈവം ആരെയും ഏൽപ്പിച്ചിട്ടില്ല, ചുമതലപ്പെടുത്തിയിട്ടില്ല. സ്തോത്രം. പിന്നെ ചെയ്യേണ്ട വാക്കെന്ന് ഒരുത്തൻ ക്ഷീണിച്ചിരിക്കുന്നെങ്കിൽ അവനെ നമ്മൾ ധൈര്യപ്പെടുത്തണം, താങ്ങണം. അത് നമ്മുടെ കർത്താവിൻ്റെ വാക്കാണ്. കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയുന്നു, ആരെയും ദുഷിക്കരുതേ. റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ചേർത്ത് വായിച്ച റോമർ 14:10. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ആരെയും ദുഷിക്കരുത്. നമ്മളെപ്പോഴും വായിക്കുന്നൊരു വാക്യമുണ്ടല്ലോ, തിരുമേശയ്ക്ക് വായിക്കുന്നൊരു വാക്യം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൽ, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ആരെ വിധിക്കേണ്ടത്? നാം നമ്മെ തന്നെ വിധിക്കുക. ശിവപാസ്റ്റർ വിധിക്കുക. കർത്താവിൻ്റെ ദാസൻ റെനി പാസ്റ്റർ വിധിക്കാൻ എനിക്ക് ദൈവം ഈ പുസ്തകം വെച്ച് അനുമതി നൽകിയിട്ടില്ല. സ്തോത്രം. കാരണം നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടവരാകും. മത്തായി സുവിശേഷം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം. പുതിയ നിയമത്തിലൊരു വാക്യം കൂടെ വായിച്ചു. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. നിസ്സാര എന്ന് പറയാൻ പോലും ബൈബിൾ അനുശാസിക്കുന്നില്ല. സ്തോത്രം. നിസ്സാര എന്ന് വിളിക്കാൻ പോലും. സ്തോത്രം. ഞാനും നിങ്ങളും എല്ലാം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ആരെങ്കിലും നിസ്സാരനായിട്ട് കണ്ടിട്ടുണ്ടോ? എന്നേക്കാൾ ചെറിയവനാണ് അവൻ എന്നെ കണ്ടിട്ടുണ്ടോ? സ്തോത്രം. ആരെങ്കിലും ചെറുതായിട്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പാപമാണ്. ബൈബിളിൽ വാക്യം നമുക്ക് ഏവർക്കും അറിയാതൊരു വാക്യമാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യമാണെന്ന് എൻ്റെ അറിവ്. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരൻ നിന്റെ വരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഉണർവ് യോഗം നടത്തണം. അങ്ങനെയാണോ? പിന്നെ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുന്നിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് യാഗം നടത്തുക. ആ യാഗത്തിലാ ദൈവം പ്രസാദിക്കുന്നത്. സ്തോത്രം. നീ വഴിപാടുമായിട്ട് വരുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഹൃദയത്തിനകത്ത് നിലയ്ക്കേണ്ടത്, സഹോദരനോട് വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കണം. എന്നിട്ട് വേണം ആരാധിക്കുവാൻ. സ്തോത്രം. എനിക്ക് തോന്നുന്നില്ല വലിയ കയ്യടി ആ വാക്യത്തിനകത്ത് കിട്ടുമെന്ന്. ശാന്തമാവും. പക്ഷേ ഏറ്റുപറയുന്നവന് കരുണ കിട്ടും. പ്രൈസ് ദ ലോർഡ്. ഫസ്റ്റ് എന്ന് ഒന്നാമത് ഇവിടെ യാഗം കഴിഞ്ഞിട്ട് പോയല്ലോ, ഹാബേലും കയീനും കൂടെ യാഗം കഴിച്ചിട്ട് പോകുമ്പോൾ ഈ കയീൻ ഹാബേലിനെ കൊന്നു. ചേട്ടനും അനിയനും അല്ലേ, ഒരു വീട്ടിൽ ജനിച്ചവരല്ലേ, രക്തബന്ധമല്ലേ. ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചപ്പോൾ കയീന് കോപമുണ്ടായി. ഇവിടെ ഈ ആരാധന കഴിഞ്ഞിട്ട് പോയപ്പോൾ ഒരുത്തിന് കോപം, ഒരുത്തിന് സന്തോഷം. സ്തോത്രം. ഇപ്പൊ ഈ സന്തോഷമുള്ളവന്റെ മുഖത്തോട് നോക്കിയിട്ട് മറ്റവൻ തുള്ളിച്ചാടിപ്പോവല്ലേ ഹാബേല്. അപ്പോൾ ഉടനെ കയ്യിനങ്ങ് മുഖം വാടി, അവൻ്റെ മുഖം വാടിയെന്ന്.
മുഖം വാടി. പിന്നെ ഈ ഹാബേലിനെ വിളിച്ചോണ്ട് വയലിൽ കൊണ്ടുപോയി. ആര്? കയീൻ. വയലിൽ പോയി. നമുക്കൊരു ഉണർവ് യോഗം വീണ്ടും ഉണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ ഹാബേൽ നിഷ്കളങ്കന. ഈ സഹോദരൻ്റെ അകത്ത് ഈ കയ്പും പകയും ഈ ദുഷ്ടചിന്ത ഉണ്ടെന്ന് ഹാബേലിന് ചിന്തിക്കാൻ പറ്റുന്നില്ല. എൻ്റെ സഹോദരൻ എന്നോട് ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലെന്നാണ് ആരുടെ ചിന്ത? ഹാബേലിൻ്റെ ചിന്ത. സ്തോത്രം. ഇവൻ ഈ കയീൻ ജനിച്ചപ്പോൾ ഇവൻ്റെ അമ്മ പറഞ്ഞൊരു പദമുണ്ട്, യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജയെ കിട്ടുന്നു. ഗിഫ്റ്റ് ഓഫ് ഗോഡെന്ന്. യഹോവയാൽ എനിക്കൊരു, നിങ്ങളെ വാക്യം കാണുന്നുണ്ടോ? ഉൽപ്പത്തി 4-ാം അധ്യായത്തിൽ യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ കിട്ടിയെന്ന് വാക്യം വായിച്ച്. ദൈവദാസി ഒരാളെ ഉള്ളു വായിക്കാനേ. യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ മാത്രം മതി. 2-ാമത്തെ വാക്യം യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു. എല്ലാ വാക്യം വായിക്കണ്ട. അതുകൊണ്ട് യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജയെ കിട്ടിയെന്ന്. എങ്ങനെ കിട്ടിയെന്നാ? നമ്മുടെ എല്ലാം പ്രശ്നം അത്. എന്ത് കിട്ടിയാലും ആര് തന്നെന്നാ പറയുന്നത്? ദൈവം തന്നു. ഗിഫ്റ്റ് ഓഫ് ഗോഡ്. എഴുതി വെക്കും, ഗിഫ്റ്റ് ഓഫ് ഗോഡ്. എല്ലാം ഒന്നും ദൈവം തരുന്നതല്ല. അതൊക്കെ സൂക്ഷിച്ച് നോക്കണം. ദൈവം തന്നതൊക്കെ കാണുമ്പോൾ അറിയാം. സ്തോത്രം. ദൈവം തന്നെന്ന് പറഞ്ഞപ്പോഴുണ്ടല്ലോ സന്തോഷിച്ച അമ്മ യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ പറയാ ഇവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല. വായിക്കാമോ യോഹന്നാന്റെ 1-ാം ലേഖനം? നാലാം അധ്യായത്തിലെ യോഹന്നാൻ ലേഖനമാണ് കേട്ടോ, ലേഖനം. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? 3:12 സഹോദരന്മാരെ, അല്ലല്ല 3 കയീൻ ദുഷ്ടൻ എന്നുള്ളവനായി. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം കണ്ടോ? കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി. അമ്മ എന്താ പറഞ്ഞത്? യഹോവയാൽ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. യോഹന്നാൻ പറയാ അവൻ്റെ പ്രവൃത്തിയും അവൻ്റെ ഇടപാടും കണ്ടപ്പോൾ മനസ്സിലായി ഇവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, ഇവൻ ദുഷ്ടൻ നിന്നുള്ളവനാ. കയീൻ ദുഷ്ടൻ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റെ അത് നീതിയുള്ളതാകൊണ്ട്. 1 അവൻ ദുഷ്ടനിൽ നിന്നുള്ളവൻ. 2 പ്രവൃത്തി ദോഷം. ഈ പ്രവൃത്തി ദോഷമാണെങ്കിലും ആളിയാകം നടത്തി കേട്ടോ. പ്രവൃത്തി ശരിയല്ലെങ്കിലും ദുഷ്ടന്റെ സ്വഭാവം അകത്താണെങ്കിലും ദുഷ്ടന്റെ രീതി അകത്തുണ്ടെങ്കിലും യാഗം നടത്തിയെന്ന്. ദുഷ്പ്രവൃത്തി ഉള്ളപ്പോഴും എന്ത് നടത്താം? യാഗം നടക്കും. സ്തോത്രം. ചെയ്ത തെറ്റും പാപമൊക്കെ പോകാൻ 10 കിലോ അരി മേടിച്ച് ചോറ് വെച്ച് എല്ലാവർക്കും കൊടുത്ത അല്ല ഇവൻ ചിന്തിച്ച അങ്ങനെ. പക്ഷെ സംഭവിച്ചു കേട്ടോ നിങ്ങൾക്ക്. ആ ഭാഗമൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. നേരെ സഹോദരനെ കൊണ്ടുപോയിട്ട് വയലിൽ ചെന്നിട്ട് കോപിച്ചു, ഹാബേലിനെ കൊന്നു, വകവരുത്തിയെന്ന്. ശരിക്കും കത്തിയെടുത്ത് ഹാബേലിനെ കൊന്നപ്പോഴാണ് അക്ഷരിക കൊലപാതകമാകുന്നത്. ന്യൂ ടെസ്റ്റമെൻറ്റിൽ കർത്താവ് പറയുക കത്തി എടുക്കണമെന്നില്ല, സഹോദരനെ നിസ്സാര എന്ന് വിളിക്കുന്നവൻ കൊലപാതകിയാണ്. സ്തോത്രം. കൊലപാതകിയാണ്. മൂഢ എന്ന് വിളിച്ചാലോ നീ നരകത്തിന് യോഗ്യനാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ വാക്യം ഓർത്തിരിക്കുക, ആരെയും ദുഷിക്കരുത്. സ്തോത്രം.
1 യോഹന്നാൻ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം കൊണ്ടൊന്ന് വായിച്ചാട്ടെ. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. നിങ്ങൾ സത്യം അറിയായ കൊണ്ടല്ല, നിങ്ങൾ അത് അറിയുകയാലും ഭോഷ്ക് ഒന്നും സത്യത്തിൽ നിന്ന് വരായികയാലും അത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഭോഷ്ക് പുറപ്പെടരുത്, നിങ്ങളുടെ നാവിൽ നിന്ന് ഭോഷ്ക് പുറപ്പെടരുത്, നിങ്ങളുടെ നാവിൽ നിന്ന് തിന്മ പുറപ്പെടരുത്, നിങ്ങളുടെ നാവിൽ നിന്ന് ദുഷ്ടത പുറപ്പെടരുത്. സ്തോത്രം. പ്രസംഗിക്കുന്ന എന്നോടും കൂടെയുള്ള ദൂതാണ്. ഹന്നായിക്ക് വീട്ടിനകത്ത് നൊമ്പരം, വേദനകൾ, മുറിവേൽക്കുന്ന വാക്കുകൾ ഇത് ഏറ്റതുകൊണ്ട് ഞാനൊരു ദൂത് ഇതിൻ്റെ അകത്തൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ആരെയും ദൂഷിപ്പിക്കരുത്, ആരെയും വേദനിപ്പിക്കരുത്. സ്തോത്രം. അങ്ങനെ തോന്നിയാൽ തന്നെ നമ്മൾ അതിന് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം വരുത്തണം. നേരെ ചർച്ചിലോട്ട് ചെന്നില്ലേ, ഷീലോവിലോട്ട് ചെന്നിട്ട് അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ, ഏലി പുരോഹിതൻ ഈ ഹന്നയെ കണ്ടിട്ട് പറഞ്ഞൊരു പദമുണ്ട്, നീ വീഞ്ഞു കുടിച്ചിരിക്കുക. എന്താ? നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെന്ന്. നിന്റെ വീഞ്ഞ് ഈ പ്രാർത്ഥിക്കുന്ന വേദനിക്കുന്ന ആ ഹന്നയെ കണ്ടപ്പോൾ ഏലി പുരോഹിതൻ അങ്ങനെയാ തോന്നിയത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വായിച്ച ദൈവാസി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും, നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ. എത്രത്തോളം ലഹരി പിടിച്ചിരിക്കുമെന്ന് കണ്ടോ. ചർച്ചിനകത്തൊന്ന് പോയി പ്രാർത്ഥിച്ച് ഈ വിഷയം ഒന്ന് ദൈവകാര്യത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ അവിടെ ചെന്നപ്പോൾ അവിടെയും പ്രശ്നമാണ്. ഒരിടത്തും നിങ്ങൾക്ക് സമാധാനം കിട്ടത്തില്ല കേട്ടോ. കിട്ടുന്ന സ്ഥലം ദൈവസന്നിധി മാത്രമാണ്. കഴിവുള്ളത്തോളം ഞാൻ പറയാം, നമ്മുടെ വിഷയങ്ങൾ മനുഷ്യനോട് പറയാതിരിക്കുന്ന ഏറ്റവും നല്ലത്. എല്ലാ ദൈവദാസന്മാരോടും നമ്മുടെ വിഷയങ്ങൾ തുറന്നു പറയാൻ പറ്റില്ല. പറ്റുമോ? പക്ഷെ എല്ലാം തുറന്നു പറയാൻ കഴിയുന്നൊരു സ്ഥലം ദൈവസന്നിധിയാ. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചൊല്ലിടായിക നിമിത്തം. എല്ലാം പറയുന്നൊരു സ്ഥലം, തുറന്നു പറയാൻ കഴിയുന്നൊരു സ്ഥലം, അത് കർത്താവിൻ്റെ സന്നിധി മാത്രമാണ്. എന്നെ കേൾക്കുന്ന ഇതിൻ്റെ അകത്ത് ആരൊക്കെയോ വേദനിക്കുന്നത് ദൈവത്തിന് ആത്മാവ് കാണുന്നുണ്ട്. പുറമേയല്ല, അകത്ത് ഭയങ്കര വേദനയേറ്റവരുണ്ട്. സ്തോത്രം. അകത്ത് മുറിവേറ്റവരുണ്ട്. അവരോട് ഇന്ന് പകൽ പറയുന്നു, നിന്നെ സ്വാന്തനിപ്പിക്കുന്ന, നിന്റെ ഹൃദയത്തിൻ്റെ ഭാരം എടുത്തു കളയുന്ന, നിന്നെ ആശ്വസിപ്പിക്കുന്ന, കേട്ടോ മകളെ, കേട്ടോ മകനെ എന്ന് പറഞ്ഞ് നിന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം ഇതിൻ്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. അത് നിന്നെ ഇന്ന് പകൽ ബലപ്പെടുത്തുന്ന പകലാണ്. അത് നിന്നെ ഇന്ന് പകൽ ധൈര്യപ്പെടുത്തുന്ന പകലാണ്. ഹൃദയത്തിൻ്റെ അകത്ത് ആഴത്തിൽ മുറിവേറ്റവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് പകൽ നിന്റെ മുറിവുകളെ കെട്ടാൽ, നിന്റെ ഭാരത്തെ കെട്ടുവാൻ, നിന്റെ വേദനകളെ എടുത്തു മാറ്റാൻ കഴിവുള്ളവൻ ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ പക്കൽ നിന്റെ മുറിവിന് പരിഹാരമുണ്ട്. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പുറപ്പെടുന്നു. കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. അവന്റെ പക്കലുള്ളത് മുഴുവൻ അവർ അപഹരിച്ചു. അവന്റെ വസ്ത്രം അഴിച്ചു, അവനെ ശരീരത്ത് മുറിവേൽപ്പിച്ചു.
അവന്റെ കയ്യിലുള്ളത് മുഴുവൻ അവർ എടുത്തു. അർത്ഥപ്രാണനായി അവനെ അവർ വഴികരിൽ ഉപേക്ഷിച്ചു. അതുവഴി ലേവ്യൻ വന്നു, കണ്ടിട്ടും കാണാതെ പോയി. അതുവഴി ഒരു പുരോഹിതൻ വന്നു, കണ്ടിട്ടും കാണാതെ പോയി. എന്നാൽ ഇവരെല്ലാം മാറിപ്പോയപ്പോൾ വഴി പോകയിൽ ഒരു ശമരിയക്കാരൻ അവൻ്റെ അരികിലെത്തി. അവൻ്റെ വാഹനമൃഗത്തിൽ താഴെ ഇറങ്ങി മുറിവേറ്റവൻ്റെ അടുക്കലേക്ക് ചെന്ന്, അവന് പോകേണ്ട യാത്രകൾ ഒത്തിരി ഉണ്ട്, പക്ഷെ നല്ല ശമരിയക്കാരന് ഈ വേദനിക്കുന്നവനെ കണ്ടിട്ട്, ഈ മുറിവേറ്റവനെ കണ്ടിട്ട് മാറിപ്പോകാൻ തോന്നിയില്ല. ലോകം നിന്നെ കണ്ടിട്ട് മാറിപ്പോകുമ്പോൾ നല്ല ശമരിയക്കാരനോ നിന്റെ അരികൾ വന്ന എണ്ണയും വീഞ്ഞും പകർന്ന് നിന്റെ മുറിവുകളെ കെട്ടി വഴിയമ്പലത്തിലെത്തിക്കുന്നവനാണ്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്, എന്നെ ആരും എടുക്കാനില്ലയോ, എന്റെ വേദന ആരും അറിയുന്നില്ലയോ, എന്റെ മുറിവ് കെട്ടാൻ ആരുമില്ലയോ എന്ന്. നാളുകളായി നീ ഭാരപ്പെടുന്ന വിഷയത്തിന് പരിശുദ്ധാത്മാവ് മറുപടി നൽകുന്നു. നിന്റെ മുറിവുകളെ കെട്ടി, എത്ര വേദനിക്കുന്ന ആഴത്തിലെ മുറിവാണെങ്കിലും അതിനെ പൊറുപ്പിച്ച്, അതിനെ അറുതി വരുത്തി, അതിന് ഭേദം വരുത്തി നിന്നെ എത്തിക്കേണ്ടിടത്ത് അവൻ എത്തിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പാടിയാട്ടെ. അതാണ് നല്ല ശമരിയക്കാരൻ. വാസ്തവത്തിൽ ആ നല്ല ശമരിയക്കാരൻ നമ്മുടെ കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അർത്ഥപ്രാണ്. ഇനിയൊരു ജീവിതമില്ല, ആയുസ്സ് അവസാനിക്കാൻ പോകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നിന്നെ എടുത്ത് നിന്നെ നടത്തുന്ന ഒരുവൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശുഭകരമായി നിന്നെ പ്രവർത്തിപ്പാൻ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. നിന്നെ നടത്തുന്ന യഹോവ ഞാൻ തന്നെ. തളർന്നിരിക്കുന്ന നിന്നെ നടത്തുന്ന ഒരു ദൈവം ഇന്ന് പകൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ക്ഷീണിച്ചിരിക്കുന്ന നിന്നെ നടത്തുവാൻ ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. 19ാമത്തെ പകൽ ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് ഉണർത്തുന്ന പകലാണ്. യേശുവിന്റെ നാമത്തിൽ ആത്മാവ് നിന്നോട് പ്രവചിച്ചു പറയുന്നു, വീട്ടിൽ നിന്നേറ്റ നൊമ്പരങ്ങൾ, ചർച്ചക്കാരിൽ നിന്നേറ്റ നൊമ്പരങ്ങൾ, സഹപ്രവർത്തനം നിന്നേറ്റ വേദനകളെ ആമേൻ ഇന്ന് പകൽ ഒപ്പിയെടുത്ത് നിന്നെ ആശ്വസിപ്പിച്ച് നടത്തുന്ന ഒരുവൻ ഈ പകൽ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. 38 വർഷം കൊളക്കരയിൽ കിടന്നൊരു മനുഷ്യൻ, 1-2 വർഷമല്ല, 38 വർഷം. ഒത്തിരി പേര് സൗഖ്യം പ്രാപിച്ചു പോയി, ഒത്തിരി പേര് വിടുതൽ അനുഭവിച്ചു പോയി. പക്ഷെ ഇവനെ എടുത്തിറക്കാൻ ആരുമില്ല, എടുത്തിറക്കാൻ ആരുമില്ല. കർത്താവ് ചോദിക്കുന്ന ചോദ്യം, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ്റെ മറുപടി കേട്ടോ, എന്നെ എടുത്തിറക്കാൻ ആരുമില്ല. ഇവിടെയാണ് ദൈവത്തിൻ്റെ കരം നിന്നോട് കൂടെ ഇരിക്കുന്നത്. എന്നെ എടുത്തിറക്കാൻ എനിക്കാരുമില്ലെന്ന് എപ്പോഴിവൻ പറഞ്ഞു, അപ്പോഴാണ് വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വരുന്നത്. എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞുമ്പോഴല്ല, എനിക്കാരുമില്ല. ആരുമില്ലാത്തവരോട് ആത്മാവ് ദൂത് പറയുന്നു, യഹോവ നിന്റെ കൂടെയുണ്ട്, യേശുവിൻ്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട്. ആരുമില്ലെന്ന് എപ്പോൾ പറയുന്നു, അവിടെയാണ് ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുന്നത്. ജീസസ്, ഹല്ലേലൂയ. എനിക്കാരുമില്ല, എനിക്കാരുമില്ല. സ്തോത്രം. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിച്ചോണം, എനിക്കാരുമില്ല, എല്ലാവരും ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ആവശ്യങ്ങളിൽ പലരും ഇല്ലാത്ത സാഹചര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ അനുഭവിക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ട്. പരിശുദ്ധാത്മാവ് അവരോടാണ് പറയുന്നത്, നിൻ്റെ ഒറ്റപ്പെടലിന് ആശ്വാസമായി കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട്. നീ ഏകനല്ല, ദൈവം നിൻ്റെ കൂടെയുണ്ട്. നിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അനുഭവിക്കുന്ന നൊമ്പരത്തിന് മറുപടി നൽകാൻ എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവരെ ഓർത്താൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരുമില്ലെന്ന് പറഞ്ഞവരോട് പറയുന്നു, കിടക്ക എടുത്ത് നടക്കാം. ഇനി നിനക്ക് ആരുമില്ലെന്ന് പറയണ്ട, ഞാൻ നിൻ്റെ
കൂടെയുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഞാൻ കൂടെയുണ്ടെന്ന വാക്ക് പറയുവാൻ കരുത്തുള്ള ഒരുവൻ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? 19ാമത്തെ പകൽ നീ ഒറ്റയ്ക്കല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെയുണ്ട്. കൂരിരുൾ താഴ്വരയിൽ കൂടി നീ കടക്കേണ്ടി വന്നാലും, കൂരിരുൾ താഴ്വരയിലൂടെ നീ കടക്കേണ്ടി വരുമ്പോഴും ഭയപ്പെടേണ്ട. യേശുവിൻ്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട്. യോർദാന് സമമായ പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ വരുമ്പോഴും, മുങ്ങിപ്പോകുമെന്ന ഘട്ടം വരുമ്പോഴും, ഇതെങ്ങനെ ഞാൻ തരണം ചെയ്യുമെന്ന് ചിന്തിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ഈ യോർദാനെ വിഭജിച്ച് മറുകര എത്തിക്കാൻ യേശുവിന്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട്. എരിഹോവ് കോട്ട പോലെ നിൽക്കുമ്പോഴും, യോർദാൻ കലങ്ങി മറിയുമ്പോഴും, മരണ യോർദാൻ കലങ്ങി മറിയുമ്പോഴും ദൈവാത്മാവ് പറയട്ടെ, ഇത് കടക്കുവാൻ നിനക്ക് ഒറ്റയ്ക്ക് കഴിയത്തില്ല. പക്ഷേ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട്. ജീസസ്, പ്രൈസ് ദി ലോർഡ്. ആലയത്തിന്റെ അകത്ത് പോയിട്ടും ഒരു ആശ്വാസം കിട്ടിയില്ല. സ്തോത്രം. പക്ഷേ ഏലി അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക. അവൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയം ഉണ്ടായിരുന്നു, എനിക്കൊരു മകനെ കിട്ടിയാൽ ഞാൻ അവനെ ദൈവാലയത്തിൽ കൊടുക്കും. ഇത് കർത്താവിനെ വെച്ചാൽ വൈകിട്ട് ഞാൻ പറയാം. എനിക്കൊരു മകനെ കിട്ടിയാൽ ഞാൻ ദൈവാലയത്തിൽ കൊടുക്കും. ശരിക്കും ഒരു മോനെ കിട്ടിയിട്ട് എനിക്ക് ജോലി ചെയ്യിപ്പിച്ച് അവൻ്റെ ശമ്പളം വാങ്ങി ജീവിച്ച് പോകണം എന്നുള്ള ചിന്തയൊന്നും അല്ല ഹന്നായിക്ക്. സ്തോത്രം. ചിലരുടെയൊക്കെ ചിന്ത അങ്ങനെയല്ലേ, 2-3 ആമ്പിള്ളാരുണ്ടെങ്കിൽ ചിലരുടെ ചിന്ത രക്ഷപ്പെട്ടു, അല്ല പിള്ളേരുണ്ടെങ്കിൽ സ്തോത്രം. ശരിക്കും ഹന്നായിക്കൊരു മകനെ കിട്ടിയത് അവൾ പറഞ്ഞത്, ഈ ആലയത്തിൻ്റെ സ്ഥിതി ഹന്നായിക്ക് അറിയാം. ഏലിക്ക് 2 എണ്ണം ഉണ്ട്, 2 പേരും പോക്ക. ഏലി കണ്ണിന് കാഴ്ചയും പോയി, ദർശനവും പോയി, ദൈവശബ്ദവും ഇപ്പോൾ കേൾക്കുന്നില്ല. ഈ മലാഖിക്കും മത്തായിക്കും ഇടയിലുള്ള 400 വർഷത്തെ ഇരുണ്ട കാലഘട്ടം പോലെയാ ശരിക്കും ഇപ്പോൾ ശീലോവിൽ. ദൈവശബ്ദമൊന്നും. പിന്നെ ബഹളങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ എന്തില്ല? ദൈവശബ്ദമില്ല. അപ്പം ഈ ദൈവശബ്ദമില്ല, ആരാധനയുമില്ല. പിന്നെ അവിടെ നടക്കുന്ന മുഴുവൻ പാപമാണ്. യാഗപീഠത്തിൽ പാപം, മ്ലേച്ഛത. സ്തോത്രം. തമ്പുരാന് സഹിക്കാൻ പറ്റുന്നില്ല അവിടുത്തെ പാപം, അനാത്മീയത, അധാർമികത. സ്തോത്രം. ഇതെല്ലാം കണ്ടപ്പോഴാണ് കല്ല പറഞ്ഞു, എനിക്കൊരു കുഞ്ഞിനെ കെട്ടിയാൽ ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ ഈ സ്ഥിതിക്കൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ എനിക്കൊരു തലമുറയെ തന്നാൽ ഞാൻ ദൈവത്തിന് വേണ്ടി അവനെ കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കർത്താവിന് വേണ്ടി ആരെയാണ് കൊടുക്കുന്നത്? നമ്മളെന്തോ കർത്താവിന് വേണ്ടി കൊടുത്തത്? ഉള്ളത് തീരുമാനിച്ചു, അത് കൊടുക്കും. ദൈവത്തോട് പറഞ്ഞു, അതുപോലെ ചെയ്തു. ഒരു യാക്കോബ് അടപ്പുണ്ടല്ലോ ഉൽപ്പത്തി പുസ്തകത്തിലെ, പുള്ളി അപ്പൻ്റെ വീട്ടിൽ നിന്ന് അനുഗ്രഹം മേടിച്ച് ഓടിപ്പോകുന്ന വഴിക്ക് പുള്ളി പറഞ്ഞു, ഞാൻ ഈ നാട്ടിലിരിക്കുന്ന കല്ല് ഒരു ആലയമായി തീരും, എനിക്ക് ധരിപ്പാൻ വസ്ത്രം, എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരം, എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ സൗഖ്യത്തോടെ എത്തിക്കുകയും ചെയ്താൽ ഇതൊരാലയമായി തീരും. പുള്ളി പറഞ്ഞിട്ടൊക്കെ പോയത്. പക്ഷേ 20 വർഷമായിട്ടും ഈ കല്ല് ഇവിടെ നിന്നിരിക്കുന്നതല്ലാതെ പുള്ളി ഇങ്ങോട്ട് നോക്കിയിട്ട് പോലുമില്ല. നമ്മുടെയൊക്കെ ആൾക്കാർ തീരുമാനം എടുക്കുന്ന എപ്പോഴാണ്? ഡിസംബർ 31 ഭയങ്കര തീരുമാനമല്ലേ, ഈ വർഷം എനിക്ക് കർത്താവ് തന്നാൽ ഞാൻ കർത്താവിന് വേണ്ടി വല്ലതുമൊക്കെ ചെയ്യും. ഒന്നും ചെയ്യത്തില്ല. അടുത്ത വർഷം പിന്നെയും വന്ന് പറയും ഡിസംബർ 31 ഈ കൊല്ലം എനിക്ക് തന്നാൽ. അല്ല, അങ്ങനല്ല പറഞ്ഞത്. എനിക്കൊരു പുരുഷപ്രജയെ കെട്ടി ഞാൻ ദൈവാലയത്തിൽ കൊടുക്കും. അന്നത്തെ ശീലോവിലെ ആത്മീയ മ്ലേച്ഛത, അധാർമികത, അനാത്മികത, അധപ്പതനം കണ്ടു പറഞ്ഞതാ. സ്തോത്രം. ഇന്നും മോശമല്ല, ഇന്നും അതൊക്കെ തന്നെ. പക്ഷേ എവിടെയൊക്കെയോ ഹന്നയെ പോലെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. സഭയുടെ നിലനിൽപ്പ് അതാ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്.
ഇന്ന് സഭ തകർന്നു പോകാതിരിക്കുന്നതിന് കാരണം എവിടെയൊക്കെയോ പ്രാർത്ഥിക്കുന്ന കരയുന്നവർ എവിടെയൊക്കെ ഉണ്ട്. തലമുറ നശിക്കാത്തതിന് കാരണം എവിടെയൊക്കെ കരയുന്ന മാതാപിതാക്കളുണ്ട്. എവിടെയൊക്കെയോ ദൈവം മുൻപാകെ തീരുമാനമെടുക്കുന്നവരുണ്ട്. അവരുടെ കണ്ണുനീരാണ് നാം നിൽക്കുന്നത്. സ്തോത്രം. അവൾ കരഞ്ഞു പ്രാർത്ഥിച്ചെന്ന്, കരഞ്ഞു പ്രാർത്ഥിച്ചു. സ്തോത്രം. ശമൂവേലിനെ കൊണ്ട് കൊടുക്കുകയാണ്. വാസ്തവത്തിൽ അവൾ കരഞ്ഞെന്ന വഴിയൊക്കെ നമ്മൾ ദൈവത്തിൽ പകർന്നെന്ന വാക്യം വായിക്കുമ്പോൾ 15-ാമത്തെ വാക്യം 1-ന്റെ-15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവദാസി അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുക. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുക. പ്രാർത്ഥന എന്ന് പറയുന്ന ദൈവസന്നിധിയിൽ ഹൃദയങ്ങളെ പകരുകയാണ്. വെറുതെ അല്ലേ ഈ ഫാസ്റ്റിംഗ് കേട്ടോ. ദൈവദാസന്മാർ ഒത്തിരി പേര് വരുന്നുണ്ട്, വചനം പ്രസംഗിക്കുന്നുണ്ട്, പ്രവചന ശബ്ദം അറിയിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രാർത്ഥന ദൈവത്തിൽ പകരുകയാണ്. നിങ്ങൾ ദൈവത്തിൽ പകരുകയാണെങ്കിൽ ഇതിന് മറുപടി ഉണ്ട്. ദൈവദാസനും കുടുംബവും ദൈവസഭയും ഒരുമിച്ചിരുന്ന് ദൈവത്തിൽ പകരുന്ന ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ദൈവത്തിൽ പകരുകയാണ്. 62-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാമത്തെ വാക്യമാണെന്നാണ് എൻ്റെ അറിവ്. ഒന്ന് വായിക്കാം. 62-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം. സാമാന്യജനം ഒരു ശ്വാസവും ശ്രേഷ്ഠജനം ഭോഷ്കുമത്രേ. തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. അവർ ആകപ്പാടെ ഒരു ശ്വാസത്തെക്കാൾ ലഘുവാകുന്നു. പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങിപ്പോകരുത്, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. ബലം ദൈവത്തിനുള്ളതെന്നും ദൈവം ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടിരിക്കുന്നു. 1-ാമത്തെ വാക്യം വെച്ച്, എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എന്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന മുഴുവൻ എൻ്റെ ഉള്ളം ദൈവത്തിൽ പകരുകയാണ്. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് അവൾ വിഷയങ്ങൾ പകരുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ദൈവം അതിന് മറുപടി അവൾക്ക് വേണ്ടി കൊടുക്കുകയാണ്. 102-ാം സങ്കീർത്തനം അതിൻ്റെ 19-20 വാക്യങ്ങൾ വായിച്ചിട്ട് പ്രാർത്ഥിക്കാം. 102-ാം സങ്കീർത്തനം 19-20 വാക്യങ്ങൾ വായിച്ചിട്ട്. യഹോവയെ സേവിപ്പാൻ ജാതികളും രാജ്യങ്ങളും കൂടി വന്നപ്പോൾ സിയോനിൽ യഹോവയുടെ നാമത്തെയും യെരൂശലേമിൽ അവന്റെ സ്തുതിയെയും പ്രസ്താവിക്കേണ്ടതിന് ബദ്ധന്മാരുടെ ഞരക്കം കേൾപ്പാനും മരണത്തിൽ നിന്ന് നിയമിക്കപ്പെട്ടവരെ വിടിയിപ്പാനും യഹോവ തന്റെ വിശുദ്ധമായ ഉയരത്തിൽ നിന്ന് നോക്കി സ്വർഗത്തിൽ നിന്ന് ഭൂമിയെ തൃക്കൺ പാർത്തുവല്ലോ. അവൻ വഴിയിൽ വെച്ച് എൻ്റെ ബലം ക്ഷയിപ്പിച്ചു, അവൻ എൻ്റെ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, ആയുസ്സിന്റെ മധ്യത്തിൽ നിന്ന് എടുത്തു കളയരുത് എന്ന് ഞാൻ പറഞ്ഞു. നിന്റെ സമത്സങ്ങൾ തലമുറ തലമുറയായി. 4-ാമത്തെ വാക്യം വായിച്ചോണ്ട് 4-ാമത്തെ വാക്യം 3-ാമത്തെ വാക്യം മുതൽ, എന്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോകുന്നു, എന്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ വെന്തിരിക്കുന്നു. അടുത്ത വാക്യം, എന്റെ ഹൃദയം അരിഞ്ഞ പുല്ല് പോലെ ഉണങ്ങിയിരിക്കുന്നു. ഞാൻ ഭക്ഷണം കഴിപ്പാൻ മറന്നുപോകുന്നു. ഞാൻ ഭക്ഷണം കഴിപ്പാൻ മറന്നു പോകുന്നു. അത്ര വേദനകളാണ് സങ്കീർത്തനക്കാരൻ അനുഭവിക്കുന്നത്. അരിഷ്ടന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ താഴ്മയുള്ളവന്റെ പ്രാർത്ഥന. ഞാൻ എൻ്റെ ഹൃദയം അരിഞ്ഞ പുല്ലുപോലെ ഉണങ്ങിയിരിക്കുന്നു. സ്തോത്രം. ഞാൻ ഭക്ഷണം കഴിപ്പാൻ മറന്നു പോകുന്നു. എൻ്റെ ഞരക്കത്തിൻ്റെ ഒച്ച നിമിത്തം എൻ്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു. സ്തോത്രം. അത്രയേറെ വേദന അനുഭവിക്കുന്നൊരു സങ്കീർത്തനക്കാരനും ഹന്ന അനുഭവിക്കുന്ന വേദന ഇതുപോലായിരുന്നു. എൻ്റെ ഞരക്കത്തിൻ്റെ ഒച്ച നിമിത്തം അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു, ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ, വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിനെ പോലെ. ഇതെല്ലാം ഏകാന്തത കാണി. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവ് അനുവദിച്ചാൽ വൈകിട്ട് ബാക്കി സംസാരിക്കാം. ഒറ്റപ്പെടലിൻ്റെ ഒരു അനുഭവം. ഞാൻ വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിനെ പോലെ, വേഴാമ്പലിനെ പോലെ. എൻ്റെ അസ്ഥികളെല്ലാം ഉരുകുന്നു. പ്രൈസ് ഗോഡ്. ആഴത്തിലുള്ള കണ്ണുനീരിനെയും കരച്ചിലിനെയും വിഷയത്തിൽ പരിശുദ്ധമ പറയുന്നു, ഇല്ല,
കഴുകനെ പോലെ ഉയർന്ന് പറക്കത്തവണ്ണം ദൈവം നിന്നെ ഉയർത്തുന്ന നാളുകൾ വെളിപ്പെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കൊരു മറുപടിയുണ്ട്. നൊമ്പരത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കൊരു മറുപടിയുണ്ട്. നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് അനുഭവിക്കുന്ന കയ്പിനൊരു മറുപടി ദൈവം വെളിപ്പെടുത്തുകയാണ്. ഇസ്രായേൽ മക്കളുടെ വഴിയാത്രയിൽ അവർ ശൂർ മരുഭൂമിയിലെത്തി. വെള്ളം കിട്ടാതെ 3 ദിവസം സഞ്ചരിക്കേണ്ടി വന്നു. വെള്ളം കിട്ടാതെ 3 ദിവസം, വെള്ളം ലഭിക്കാതെ 3 ദിവസം മരുഭൂമിയിൽ കൂടെ സഞ്ചരിക്കേണ്ടി വന്നു. അത് കഴിയുമ്പോൾ അവരെത്തുന്ന അടുത്തത് മാറായിലാണ്. മാറായിലെത്തിയപ്പോൾ ചിന്തിച്ചത് ഇവിടെ എന്തെങ്കിലും ഒരു വിടുതൽ ഉണ്ടാവുമെന്ന്. മാറായിലെത്തിയപ്പോൾ മാറായിലെ വെള്ളം അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല. അതവർക്ക് കയ്പായിരുന്നു. 3 ദിവസം മരുഭൂമിയുടെ സഞ്ചരിച്ചു, വെള്ളമില്ലാതെ. അടുത്തത് മാറായിലെത്തിയപ്പോൾ അതും കയ്പ്. സ്തോത്രം. ശൂർ മരുഭൂമി കൊണ്ടും മാറാ കൊണ്ടും ചരിത്രം അവസാനിക്കയില്ല. അവിടുന്ന് ദൈവത്തിന്റെ ജനത്തെ എലീമിലേക്ക് ദൈവം നടത്തി. അവിടെ 12 നീരുറവകളും 70 ഈത്തപ്പനകളും ഇസ്രായേലിന് വേണ്ടി ദൈവം തുറന്നു. ശൂർ മരുഭൂമിയും മാറായും കഴിയുമ്പോൾ എന്നും മാറായിരിക്കത്തില്ല, എന്നും ശൂർ മരുഭൂമിയുടെ അവസ്ഥയായിരിക്കത്തില്ല. ഒരു എലീം നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു എലീം നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില ഉറവകൾ, വഴികൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന പകലാണ്. വിശ്വസിക്കുന്ന ദൈവമകൾ അല്പനിമിഷം കരങ്ങളെ അടിച്ചാരാധിക്കുവാൻ ആത്മാവ് പ്രേരിപ്പിക്കുന്ന ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കട്ടെ. മാറായിക്ക് വിരാമമിട്ടുകൊണ്ട്, കയ്പിന് വിരാമമിട്ടുകൊണ്ട് മധുരിക്കുന്ന ഉറവകൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന പകലാണ്. ജീസസ്. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു, ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമം ജീവിതം പാരിലെന്തുള്ളൂ. മകൾ ഭാഗ്യമം ജീവിതം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം. ആമേൻ. മാറാത്തം വാഗ്ദത്തം തന്ന കർത്താവേ, മാറാത്തം വാഗ്ദത്തം തന്ന അഭിലാഷയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ. അഭിലാഷയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ പരിഹാസം ചൊല്ലി ശത്രു നിനക്ക് വരുമ്പോൾ, പരിഹാസം സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന, സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം. ശതരമനഹംശസ് പുരവനവടവനഹബ്ദൽ ശമനദലദസ് അർത്തൽ ശമനാരം തുരവൈശസ് തുരവനവരവന തുരവനഗടദസ്. ആത്മാവിൽ ആരാധിക്കുക. കൃപ ലഭിച്ച ദൈവമകൾ ഒരുമിച്ച് ആരാധിക്കുക. നീ ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ആത്മാവിൽ ആരാധിച്ചാട്ടെ. വലിയ വിടുതൽ വെളിപ്പെടുന്ന പകലാണ്.
ഒരുപാട് വേദന അനുഭവിക്കുന്നു നിന്നോട്. ഹൃദയത്തിൻ്റെ അകത്ത് നൊമ്പരത്തിന് പരിശുദ്ധാത്മാവ് മറുപടി നൽകുന്നു. നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരുവൻ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീനെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് ആശ്വസിപ്പിക്കും, കരുത്ത് പകരും, ബലം പകരും. ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരെയും ശക്തീകരിക്കട്ടെ എന്നോർപ്പിച്ച് വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്തദാസൻ സമയം വിട്ടുകൊടുക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്ന് പ്രാർത്ഥനയിൽ ഓർക്കാം. ഗോഡ് ബ്ലെസ് യു.